നമസ്കാരം പ്രിയപ്പെട്ടവരെ, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ജനുജനാർദ്ദനൻ മൂക്കുതല. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര പ്രശസ്തമായ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കാണ്. പ്രകൃതിയുടെ മടിത്തട്ടിലൂടെയുള്ള ഈ യാത്ര അതിമനോഹരമാണ്. നീലാകാശത്തെ പുതച്ചു നിൽക്കുന്ന കാർമേഘങ്ങളും ഹരിതാപമായ ഈ ഗ്രാമീണ കാഴ്ചകളും ഞങ്ങളുടെ യാത്രയ്ക്ക് ഒരു നവ്യാനുഭവം പകരുന്നു. പ്രകൃതിയുടെ ഈ നിശബ്ദമായ സൗന്ദര്യം ഓരോ സഞ്ചാരിയുടെയും മനസ്സിനെ അഗാധമായി സ്പർശിക്കാറുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 10 മണിയോടടുക്കുന്നു. യാത്രയുടെ ഇടവേളയിൽ അല്പനേരത്തെ വിശ്രമത്തിനായി ഞങ്ങൾ ഒരു വഴിയോര ഭക്ഷണശാലയിലേക്ക് പ്രവേശിക്കുകയാണ്. ക്ഷീണമകറ്റി യാത്രയുടെ തുടർന്നുള്ള ലക്ഷ്യങ്ങളിലേക്ക് ഊർജ്ജസ്വലരായി മുന്നേറാൻ ഇതൊരു അനിവാര്യമായ ഇടവേളയാണ്. ശുദ്ധമായ സസ്യാഹാരം വിളമ്പുന്ന ഈ ഭക്ഷണശാല അതിൻ്റെ പാരമ്പര്യവും ഗുണനിലവാരവും കൊണ്ട് ശ്രദ്ധേയമാണ്. ഓരോ സന്ദർശകനും തൃപ്തികരമായ അനുഭവം സമ്മാനിക്കാൻ ഇവിടെ പ്രത്യേകം ശ്രദ്ധ നൽകുന്നു. വിവിധങ്ങളായ വിഭവങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. മണവും രുചിയും ഒത്തുചേർന്ന ഈ ഭക്ഷണക്രമം ഏതൊരാളുടെയും മനസ്സ് നിറയ്ക്കും എന്നുറപ്പാണ്. രുചിയുടെ വൈവിധ്യത്തിലേക്ക് നോക്കിയാൽ ഇവിടെ വിളമ്പുന്ന ചൂടൻ മസാല ദോശ ഒരു പ്രത്യേകത തന്നെയാണ്. കൃത്യമായ പാകത്തിൽ തയ്യാറാക്കിയ ദോശയും ചമ്മന്തിയും സാമ്പാറും കൂടി ചേരുമ്പോൾ അതൊരു മികച്ച പ്രാതൽ ഭക്ഷണത്തിൻ്റെ പൂർണ്ണത കൈവരിക്കുന്നു. പ്രാതലിൻ്റെ രുചികരമായ അനുഭവങ്ങൾക്ക് ശേഷം ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്ര ഞങ്ങൾ പുനരാരംഭിക്കുന്നു. അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് നയിക്കുന്ന പാതകൾ ഇനി ഞങ്ങളെ കാത്തിരിക്കുന്നു. കാലാവസ്ഥയുടെ സ്വഭാവം മാറി തുടങ്ങിയിരിക്കുന്നു. പെയ്തൊഴിയാത്ത മഴയും നനഞ്ഞ വഴികളും യാത്രയിൽ ചെറിയൊരു ആശങ്ക പരത്തുന്നുണ്ട്. വരാനിരിക്കുന്ന വെല്ലുവിളികളെക്കുറിച്ച് ഡ്രൈവർ നൽകുന്ന മുന്നറിയിപ്പുകൾ പ്രകൃതിയുടെ ഈ മാറ്റം എത്രത്തോളം അപ്രതീക്ഷിതമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മഴയുടെ തണുപ്പിലും പ്രതികൂലമായ കാലാവസ്ഥയിലും മുന്നോട്ട് കുതിക്കുന്ന ഓരോ വാഹനവും ഓരോ യാത്രക്കാരനും ഒരു വലിയ ലക്ഷ്യത്തിൻ്റെ ഭാഗമാണ്. ഒടുവിൽ ക്ഷേത്ര പരിസരത്ത് എത്തിയപ്പോഴേക്കും മഴ പതുക്കെ വിടവാങ്ങിയിരുന്നു. അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ വിശാലമായ നടപ്പന്തലിലൂടെ ഞങ്ങൾ നടന്നു നീങ്ങുകയാണ്. ഭക്തിയുടെയും പാരമ്പര്യത്തിൻ്റെയും ഗന്ധം പേറുന്ന ഈ ഇടനാഴികൾ തലമുറകളായി ഇവിടെ തുടരുന്ന വിശ്വാസത്തിൻ്റെ സാക്ഷ്യപത്രങ്ങളാണ്. പാതയുടെ ഇരുവശത്തും അണിനിരന്നിരിക്കുന്ന ഈ ചെറു കച്ചവട സ്ഥാപനങ്ങൾ ഇവിടുത്തെ സാമൂഹികവും സാമ്പത്തികവുമായ ജീവിതത്തിൻ്റെ അടയാളങ്ങളാണ്. പുണ്യവും വ്യാപാരവും ചേർന്നൊഴുകുന്ന ഈ ക്ഷേത്രത്തിൻ്റെ അന്തരീക്ഷം ഓരോ കാഴ്ചക്കാരനും ഒരു നവ്യാനുഭവമാണ് സമ്മാനിക്കുന്നത്. ഭഗവാന്റെ സാമീപ്യം അനുഭവിച്ചറിയാനുള്ള ആത്മീയമായ യാത്രയുടെ അടുത്ത ഘട്ടത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ്. ക്ഷേത്ര കവാടം പിന്നിട്ട് ഞങ്ങൾ വിശാലമായ ക്ഷേത്രമുറ്റത്തേക്ക് പ്രവേശിക്കുന്നു. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ക്ഷേത്രമൈതാനം ഭക്തിസാന്ദ്രമായ നിമിഷങ്ങളുടെ നേർക്കാഴ്ചയും പൈതൃകത്തിൻ്റെ പ്രൗഢിയും ഒരേ സമയം നമുക്ക് സമ്മാനിക്കുന്നു. ഭക്തർക്ക് നടന്നു നീങ്ങാൻ അതിമനോഹരമായ ഒരു പാതയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. മുറ്റത്തിൻ്റെ ഇടതുഭാഗത്തായി തല ഉയർത്തി നിൽക്കുന്ന ഈ വലിയ ആൽമരം നൂറ്റാണ്ടുകളുടെ പഴക്കത്തിന് സാക്ഷ്യം വഹിക്കുന്നു. അതിനോട് ചേർന്ന് ശാന്തമായി നിൽക്കുന്ന ഈ കാള ക്ഷേത്ര പരിസരത്തെ കാഴ്ചകളിൽ ഒരു വേറിട്ട അനുഭവമാണ്. അതിൻ്റെ ഐതിഹ്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾക്കപ്പുറം പ്രകൃതിയും ദൈവികതയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിൻ്റെ പ്രതീകമായി നമുക്കിതിനെ കാണാം. ഇതിനടുത്തായി ഇവിടെ എത്തുന്ന ഭക്തർക്ക് അല്പനേരം വിശ്രമിക്കാനായി ഓല കൊണ്ട് മനോഹരമായി കെട്ടിമേഞ്ഞ ഒരു കൂടാരവുമുണ്ട്.
പാരമ്പര്യത്തിൻ്റെ തനിമ ചോരാതെ ഒരുക്കിയ ഈ വിശ്രമകേന്ദ്രം ക്ഷേത്രമുറ്റത്തെ കാഴ്ചകൾക്ക് കൂടുതൽ ചാരുതയേകുന്നു. ഇവിടെ നിന്ന് ക്ഷേത്രത്തിൻ്റെ 4 ദിക്കുകളിലേക്കും ഒന്ന് കണ്ണോടിച്ചാൽ കാണുന്നത് വാസ്തുശില്പകലയുടെ അത്യപൂർവമായ മനോഹാരിതയാണ്. വിശാലമായ ഈ അങ്കണത്തിൽ ചിട്ടയായ നിർമ്മാണ ശൈലിയിൽ ഉയർന്നു നിൽക്കുന്ന ചുറ്റമ്പലങ്ങൾ ഭക്തരുടെ കണ്ണുകളെ വിസ്മയിപ്പിക്കും. ആത്മീയതയുടെ സൗന്ദര്യം ഇത്രമേൽ വിളിച്ചോതുന്ന ഇതുപോലുള്ള ക്ഷേത്രങ്ങൾ വളരെ അപൂർവമാണ്. ഏകാഗ്രമായ പ്രാർത്ഥനകൾക്കും ശാന്തമായ ചിന്തകൾക്കും അനുയോജ്യമായ അന്തരീക്ഷം. അമ്പലപ്പുഴയുടെ ഈ പുണ്യഭൂമിയിൽ കാലം പോലും നിശ്ചലമാകുന്നതുപോലെ നമുക്ക് അനുഭവപ്പെടുന്നു. ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്തേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ വാക്കുകൾക്ക് അതീതമായ ഒരു ദൃശ്യവിസ്മയമാണ് നമ്മെ വരവേൽക്കുന്നത്. ഓരോ തൂണിലും ഓരോ കല്ലിലും പാരമ്പര്യത്തിൻ്റെ ശില്പഭംഗി നിഴലിക്കുന്നു. വിശാലമായ ഈ നടപ്പന്തലിലൂടെയുള്ള ഓരോ ചുവടും വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്കുള്ള ഒരു യാത്രയാണ്. ക്ഷേത്രത്തിൻ്റെ മനോഹാരിതയ്ക്ക് മാറ്റുകൂട്ടുന്ന പ്രധാനപ്പെട്ട കാഴ്ചകളിലൊന്നാണ് ഇവിടുത്തെ അമ്പലക്കുളം. ഇത്രയും വലിയൊരു കുളം ഇത്രമേൽ ഭംഗിയായി പരിപാലിക്കപ്പെടുന്നു എന്നത് അത്ഭുതപ്പെടുത്തുന്നു. പരന്നു കിടക്കുന്ന ജലപ്പരപ്പും അതിനെ ചുറ്റി നിൽക്കുന്ന പുരാതന നിർമ്മിതികളും ഇവിടെ എത്തുന്ന ഭക്തരിൽ വല്ലാത്തൊരു ആത്മീയ അനുഭൂതി നിറയ്ക്കുന്നു. ക്ഷേത്രത്തിനുള്ളിൽ കാണുന്ന ഗുരുവായൂർ നട വിശ്വാസത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയാണ്. ഭക്തരുടെ സാന്നിധ്യവും പ്രാർത്ഥനയുടെ ഈണവും നിറഞ്ഞ ഈ ഇടം മനസ്സിൽ വലിയൊരു ഊർജം പകരുന്ന ഒന്നാണ്. ദീപങ്ങൾ തെളിയുന്ന നിർമ്മിതികളും ഭക്തിയുടെ പ്രകാശവും എല്ലാം ചേർന്ന് ഈ ക്ഷേത്രത്തെ അവിസ്മരണീയമാക്കുന്നു. അമ്പലപ്പുഴയുടെ ഈ പുണ്യതീർത്ഥത്തിൽ നിന്ന് മനസ്സ് നിറഞ്ഞ സംതൃപ്തിയോടെ ഞങ്ങൾ മടങ്ങുകയാണ്. ബാക്കി കാഴ്ചകൾ നിങ്ങൾ തന്നെ നേരിൽ കണ്ട് ആസ്വദിക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവൻ ഭാഗങ്ങളും കാണാൻ ശ്രമിക്കുക. കാരണം ഇതുപോലുള്ള ഭക്തിനിർഭരമായ കാഴ്ചകൾ കാണാൻ നിങ്ങൾക്ക് മറ്റൊരു ഇടം കിട്ടി എന്ന് വരില്ല. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. വൃന്ദാവനത്തിലെ സഖിമാരെ നിങ്ങളെന്റെ കണ്ണനെ കണ്ടുവോ? വൃന്ദാവനത്തിലെ സഖിമാരെ നിങ്ങളെന്റെ കണ്ണനെ കണ്ടുവോ? വൃന്ദാവനത്തിലെ സഖിമാരെ നിങ്ങളെന്റെ കണ്ണനെ കണ്ടുവോ? നിങ്ങളെന്റെ കണ്ണനെ കണ്ടുവോ? നന്ദനന്ദന നിത്യസുന്ദര ശ്യാമള കോമള ബാല, നന്ദനന്ദന നിത്യസുന്ദര ശ്യാമള കോമള ബാല, പീലിത്തിരുമുടി അരമണി കിങ്ങിണി ചാർത്തിയ മുരളിലോല, പീലി തിരുമുടി അരമണി കിങ്ങിണി ചാർത്തിയ മുരളിലോല. നന്ദ ക്ഷേത്രത്തിൻ്റെ ഈ ദൃശ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ ഏറെ സന്തോഷിക്കുന്നു. ഈ ക്ഷേത്രക്കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഷെയർ ചെയ്യുക. കൂടുതൽ വ്യത്യസ്തമായ കാഴ്ചകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്ത് പിന്തുണ നൽകുക. മനോഹരമായ മറ്റൊരു വീഡിയോയുമായി ഉടൻ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം.